അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പൂജ രാജകുമാരൻ. വീട്ടിലെത്തിയാൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു UAE റാസൽ ഖൈമ ആശുപത്രിയിലെ കൊല്ലം പരവൂർ സ്വദേശിനിയായ ഈ നഴ്സ്. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് IX 530 വിമാനത്തിലായിരുന്നു യാത്ര. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കെ വിമാനത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി ഒരു മെഡിക്കൽ എമർജൻസി അനൗൺസ്മെന്റ്. ജൂലൈ 1 ദുബായിൽ നിന്ന് വൈകിട്ട് 7:50 തിരുവനന്തപുരം ലക്ഷ്യമാക്കി വിമാനം പറന്നുയർന്ന് കുറച്ച് സമയത്തിനകം തന്നെ അടിയന്തര സഹായം തേടിയുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി. വിമാനത്തിൽ ഡോക്ടറോ നഴ്സോ ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് ക്യാബിൻ ക്രൂ അഭ്യർത്ഥിച്ച സന്ദേശം കേട്ടയുടൻ പൂജയ്ക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. അവർ ഉടൻ തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ക്യാബിൻ ക്രൂവിന് അരികിലേക്ക് ഓടിയെത്തി. ദുബായിലെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഒരു യാത്രക്കാരിക്കാണ് വിമാനത്തിനുള്ളിൽ കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. വല്ലാതെ തളർന്നു പോയ അവർ ഏതാണ്ട് പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. പൂജ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകുകയും അവരെ തട്ടിവിളിച്ച് ഉണർത്തി ആവശ്യമായ വെള്ളം നൽകുകയും ചെയ്തു. പിന്നീട് യാത്രക്കാരി കടുത്ത ഭയം കാരണം തണുത്തു വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ക്യാബിൻ ക്രൂവിന്റെ സഹായത്തോടെ അവരുടെ കൈകൾ തിരുമ്മി ചൂടാക്കാനും മാനസികമായി ധൈര്യം പകരാനും പൂജ പ്രത്യേകം ശ്രദ്ധിച്ചു. യാത്രക്കാരിയുടെ അവസ്ഥ കണ്ട് പരിഭ്രാന്തരായ സീനിയർ ക്യാബിൻ ക്രൂ വിമാനം അടിയന്തരമായി മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ ഇറക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് ആശങ്കയോടെ ചോദിച്ചു. എന്നാൽ തന്റെ പ്രൊഫഷണൽ പരിചയസമ്പത്തിന്റെ കരുത്തിൽ പൂജ ധൈര്യപൂർവ്വം അതിനെ നിരസിക്കുകയായിരുന്നു. യാത്രക്കാരിക്ക് കടുത്ത ടെൻഷൻ കാരണമുണ്ടായ താൽക്കാലിക ബുദ്ധിമുട്ടാണെന്നും അവർ ഇപ്പോൾ പൂർണ്ണമായും സുരക്ഷിതയാണെന്നും പൂജ ക്യാപ്റ്റനും ക്രൂവിനും ഉറപ്പു നൽകി. വിമാനം തിരുവനന്തപുരത്ത് പിറ്റേന്ന് പുലർച്ചെ 1:30 ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് പൂജ വീണ്ടും ആ യാത്രക്കാരിയുടെ അടുത്തെത്തി സുഖവിവരം അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് ആ മുഖത്തുണ്ടായ ആശ്വാസച്ചിരിയും തന്റെ കൈകൾ ചേർത്ത് പിടിച്ച് അവർ പറഞ്ഞ നന്ദിയും ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യമായാണ് താൻ കരുതുന്നത് എന്ന് പൂജ പറഞ്ഞു. അടിയന്തര സാഹചര്യത്തിൽ തനിക്കൊപ്പം നിന്ന ക്യാബിൻ ക്രൂവിനും തന്റെ സേവനത്തെ ആദരിച്ച് വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ താങ്ക്സ് കാർഡ് സമ്മാനിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്കും പൂജ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി സൗദിയിലും UAEയിലുമായി ജോലി ചെയ്യുന്ന പൂജ വർഷത്തിലൊരിക്കൽ അവധിക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്യാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വിമാനത്തിൽ ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ സേവനം ചെയ്യുന്നത്. 3 വർഷം സൗദിയിലെ നജ്റാനിലും 1 വർഷം ജിദ്ദയിലും ജോലി ചെയ്ത അവർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22 റാസൽ ഖൈമ ആശുപത്രിയിൽ ജോലിക്ക് കയറിയത്. അവിടെ ജോലിയിൽ ചേർന്ന ശേഷമുള്ള പൂജയുടെ ആദ്യത്തെ നാട്ടിലേക്കുള്ള യാത്രയായിരുന്നു ഇത്. പരവൂർ സ്വദേശികളായ രാജകുമാരൻ സുഷമ ദമ്പതികളുടെ മകളായ പൂജയ്ക്ക് യുവാൻ എന്നു പേരുള്ള ഒരു മകനുണ്ട്. സ്വന്തം സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ച് സഹയാത്രികയുടെ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വന്ന ഈ മലയാളി നഴ്സിന് വിമാനത്താവളത്തിലും നാട്ടിലും വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.